അരിക്കൊമ്പൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലകളിലെ ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കുമെന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. ആനകളുടെ സഞ്ചാരത്തിനായി ആനയിറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ. 301 ഏക്കർ കോളനികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണം. ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രധാന പാതകളിൽ ഒഴികെ രാത്രിയാത്രാ നിരോധനവും ശുപാർശ ചെയ്യുന്നു. മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്താതെ ജനജീവിതം ദുഷ്കരമാക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ആരോപണം. റിപ്പോർട്ടിനെതിരെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് 15-ന് ചിന്നക്കനാലിൽ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആന ആ ഭാഗത്തേക്ക് കുളുക്കുമല ഭാഗത്തൊന്നും ആന സഞ്ചാരമേ ഇല്ല. അവിടെ അങ്ങോട്ടുള്ള ട്രക്കിംഗ് എല്ലാം നിർത്തിവെക്കണം. പിന്നെ റേഷൻ കടകൾ എല്ലാം 6 മണിയാകുമ്പോൾ അടച്ചുപൂട്ടി സ്ട്രോങ് റൂമിലേക്ക് അരി കൊണ്ടുവയ്ക്കണം എന്നൊക്കെയുള്ളത് ഇവിടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് 15-ാം തീയതി പഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി നിർത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണമെന്നും 7 മണിക്ക് മുൻപ് സഞ്ചാരികൾ മുറികളിൽ എത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിനെതിരെ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും സംഘടിപ്പിച്ച് ശക്തമായി തന്നെ നേരിടാനാണ് ചിന്നക്കനാൽ ഒരുങ്ങുന്നത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.